എല്ലാവർക്കും ദ ടീച്ചർ എഡ്യൂക്കേറ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന ടോപ്പിക്കാണ് ഡെവലപ്മെന്റ് തിയറീസിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റായ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് തിയറി ബൈ എറിക്സന്റെ മനോസാമൂഹിക വികസന സിദ്ധാന്തം. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ കാണാം. The psychosocial development theory of personality was proposed by Erik Erikson. എറിക് എറിക്സൺ ആണ് മനോസാമൂഹിക വികസന സിദ്ധാന്തം രൂപപ്പെടുത്തിയത്. ഹി വാസ് എ ജർമ്മൻ ബോൺ നിയോ ഫ്രോയിഡിയൻ സൈക്കോ അനാലിസിസ്റ്റ്. അദ്ദേഹം ഒരു ജർമ്മൻകാരനായിട്ടുള്ള സൈക്കോ അനാലിസ്റ്റ് ആണ്. നമ്മൾ ഇതിനു മുന്നുള്ള വീഡിയോയിൽ സൈക്കോ അനാലിസിസ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം അന്ന ഫ്രോയിഡ്, അതായത് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ മകളായ അന്ന ഫ്രോയിഡിന്റെ കീഴിലാണ് സൈക്കോ അനാലിസിസ് പഠിച്ചത്. His famous books are Childhood and Society, published in 1950, and Identify, Youth and Crisis, published in 1968. എറിക് എറിക്സന്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള രണ്ട് ബുക്കാണ് ചൈൽഡ്ഹുഡ് ആൻഡ് സൊസൈറ്റി 1950 പ്രസിദ്ധീകരിച്ചത്, അടുത്തത് ഐഡന്റിഫൈ യൂത്ത് ആൻഡ് ക്രൈസിസ് 1968 പ്രസിദ്ധീകരിച്ചത്. ഈ രണ്ട് ബുക്കിന്റെ പേര് നിങ്ങൾ ഓർത്തു വെക്കണം. എറിക് എറിക്സൺ ഈസ് മോസ്റ്റ് ഫേമസ് ഫോർ കോയിനിങ് ദ ടേം ഐഡന്റിറ്റി ക്രൈസിസ്. വ്യക്തിത്വ പ്രതിസന്ധി എന്നുള്ള ടേം കോയിൻ ചെയ്ത് പ്രശസ്തനായിട്ടുള്ള ആളാണ് എറിക് എറിക്സൺ. എറിക് എറിക്സൺ held that all human beings pass through 8 stages of development on the way to maturity and wisdom. എറിക്സൺ പറയുന്നത് 8 ഘട്ടങ്ങളായിട്ടാണ് മനോസാമൂഹിക വികസനം അല്ലെങ്കിൽ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് ഒരു വ്യക്തിയിൽ നടക്കുന്നത്. Each stage is marked by a specific crisis or conflict which demands resolution before the next stage can be satisfactorily negotiated. ഓരോ ഘട്ടത്തിനും അതിൻ്റെതായ ഒരു പ്രതിസന്ധി ഉണ്ടെന്നും ഇതിനെ ഓരോരുത്തരും എങ്ങനെ നേരിടുന്നു എന്നതിനെ അനുസരിച്ചാണ് വ്യക്തിത്വം രൂപപ്പെടുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഓരോ സ്റ്റേജിലും എന്താ ഉള്ളത്, ഓരോ ക്രൈസിസ് ഉണ്ട്. ആ ക്രൈസിസിനെ എങ്ങനെയാണ് ഒരു വ്യക്തി നേരിടുന്നതിനെ അനുസരിച്ചാണ് അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം രൂപപ്പെടുന്നത്. According to him, successful completion of each stage results in a healthy personality and successful interpersonal and intrapersonal adjustment. ഒരു നല്ല പേഴ്സണാലിറ്റി രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടി ഓരോ സ്റ്റേജും സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീഷൻ നടക്കണം. നല്ല രീതിയിലാണ് ഓരോ ഘട്ടവും കുട്ടി കടന്നു പോകുന്നത് അല്ലെങ്കിൽ ഒരു വ്യക്തി ഓരോ ഘട്ടങ്ങളിലും സക്സസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ വിജയകരമായിട്ടാണ് ഓരോ ഘട്ടവും പൂർത്തിയാക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കുന്നത്, നല്ല പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് സഹായിക്കും എന്നാണ് എറിക്സൺ പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ഇൻ ബെറ്റർ ഇന്റർപേഴ്സണൽ ആൻഡ് ഇൻട്രാപേഴ്സണൽ അഡ്ജസ്റ്റ്മെന്റ്. നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഏതെല്ലാം രീതിയിലാണ് പൊരുത്തപ്പെട്ടു പോകുന്നത് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തോട് എത്രമാത്രം പൊരുത്തപ്പെടാൻ സാധിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഈ 8 സ്റ്റേജസിൽ അല്ലെങ്കിൽ ഈ 8 ഘട്ടങ്ങളിൽ നടക്കുന്ന ഓരോ ക്രൈസിസും അതിനെ എങ്ങനെ ഒരു വ്യക്തി തരണം ചെയ്യുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയാണെന്നാണ് എറിക്സൺ തൻ്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് തിയറിയിൽ പറയുന്നത്. അതായത് മനോസാമൂഹിക വികസന സിദ്ധാന്തത്തിൽ അദ്ദേഹം പറയുന്നത് ഓരോ ഘട്ടങ്ങളിലും ഓരോ പ്രതിസന്ധി ഉണ്ടെന്നും ആ പ്രതിസന്ധിയെ എങ്ങനെയാണ് ഒരു വ്യക്തി തരണം ചെയ്യുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് നടക്കുന്നതെന്നാണ് പറയുന്നത്. സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് തിയറി ഓഫ് പേഴ്സണാലിറ്റി ഈസ് ബേസ്ഡ് ഓൺ എപ്പിജെനറ്റിക് പ്രിൻസിപ്പിൾ. എറിക്സന്റെ മനോസാമൂഹിക വികസന സിദ്ധാന്തത്തിന്റെ അടിസ്ഥാന കാര്യമാണ് എപ്പിജെനറ്റിക് പ്രിൻസിപ്പിൾ. നമ്മുടെ ജീവിതത്തിൽ ഓരോ ഘട്ടത്തിനും ഒരു ഗ്രൗണ്ട് പ്ലാൻ ഉണ്ട്, അതായത് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളും കടന്നു പോകുന്നത്. ഇതിനെയാണ് അദ്ദേഹം എപ്പിജെനറ്റിക് പ്രിൻസിപ്പിൾ എന്ന് വിളിച്ചത്. Epigenetic principle states that each stage is marked by a specific crisis or conflict, and successful completion results in a successful personality, and unsuccessful completion of each stage results in an unhealthy personality. അതായത് ഓരോ ഘട്ടങ്ങളിലും ഒരു ഗ്രൗണ്ട് പ്ലാൻ അല്ലെങ്കിൽ ഒരു അടിസ്ഥാന രൂപരേഖയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളും കടന്നു പോകുന്നത്. നല്ല രീതിയിൽ അത് പൂർത്തിയാക്കുമ്പോൾ നമ്മളെങ്ങനെയാണ് നല്ലൊരു പേഴ്സണാലിറ്റിയിലേക്ക് എത്തുകയും മോശ രീതിയിലാണ്, അതായത് അൺസക്സസ്ഫുൾ കംപ്ലീഷൻ ആണ് നടക്കുന്നതെങ്കിൽ, അതായത് നമുക്ക് വിജയകരമായിട്ട് അത് പൂർത്തിയാക്കാൻ സാധിച്ചില്ല എങ്കിൽ നമ്മളെങ്ങനെയാണ് പരാജയപ്പെട്ട ഒരു വ്യക്തിത്വത്തിലേക്ക് ആകും എന്നാണ് എറിക്സൺ പറഞ്ഞത്. അദ്ദേഹം 8 സ്റ്റേജസ് ആയിട്ടാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഈച്ച് സ്റ്റേജ് റെപ്രസെൻറ്റ്സ് എ സ്പെസിഫിക് ക്രൈസിസ് ഓർ കോൺഫ്ലിക്ട്സ്. ഓരോ ഘട്ടത്തിൻ്റെയും പേര് സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്, ആ കാലഘട്ടത്തെ പ്രതിസന്ധിയെയാണ് അല്ലെങ്കിൽ ക്രൈസിസിനെയാണ്. അപ്പോൾ നമുക്ക് ഈ 8 സ്റ്റേജസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ബേസിക് ട്രസ്റ്റ് വേഴ്സസ് ബേസിക് മിസ്ട്രസ്റ്റ്. പ്രാഥമിക വിശ്വാസം അവിശ്വാസം എന്ന കാലഘട്ടം. സെക്കൻഡ് വൺ, ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട്.
സ്വാശ്രയത, ജാള്യതയും സംശയവും. തേർഡ് സ്റ്റേജ് ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ്, മുൻകൈയെടുക്കൽ, കുറ്റബോധം. ഫോർത്ത് സ്റ്റേജ് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി, ഊർജ്ജസ്വലത, അപകർഷത. ഫിഫ്ത്ത് സ്റ്റേജ് ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ, സ്വാവബോധം, റോൾ സംശയങ്ങൾ. സ്റ്റേജ് 6 ഇന്റിമസി വേഴ്സസ് ഐസൊലേഷൻ, ആഴത്തിലുള്ള അടുപ്പം, ഒറ്റപ്പെടൽ. സെവൻത് സ്റ്റേജ് ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ, സൃഷ്ടി, മുരടിപ്പ്. എയ്ത്ത് സ്റ്റേജ് ആൻഡ് ദ ലാസ്റ്റ് സ്റ്റേജ് ഈസ് ഈഗോ ഇൻറ്റഗ്രിറ്റി വേഴ്സസ് ഡെസ്പയർ, മനസന്തുലനം, തകർച്ച. ഇങ്ങനെ 8 സ്റ്റേജസ് അല്ലെങ്കിൽ 8 ഘട്ടങ്ങളിലൂടെയാണ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ മനോസാമൂഹിക വികസനം നടക്കുന്നതെന്നാണ് എറിക് എറിക്സൺ പറഞ്ഞത്. ഇനി നമുക്ക് ഓരോ സ്റ്റേജും അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ബേസിക് ട്രസ്റ്റ് വേഴ്സസ് ബേസിക് മിസ്ട്രസ്റ്റ്, പ്രാഥമിക വിശ്വാസം, അവിശ്വാസം. പ്രായമാണ് ജനനം മുതൽ 1.5 വയസ്സ് വരെ, അതായത് 0 to 18 months old. The psychological task involved at this stage is to develop trust without completely eliminating the capacity of mistrust. If the infant is properly cared, well handled, nurtured and loved, he will develop optimism, a sense of trust, confidence and security. If basic needs are not met, he becomes insecure and mistrustful. പ്രാഥമിക വിശ്വാസം, അവിശ്വാസം എന്ന കാലഘട്ടം, അതായത് ബേസിക് ട്രസ്റ്റ് വേഴ്സസ് ബേസിക് മിസ്ട്രസ്റ്റ്, ഇത് ജനനം മുതൽ 1.5 വയസ്സ് വരെയുള്ള കാലഘട്ടത്താണ് ഈ സ്റ്റേജ് നടക്കുന്നത്. അതായത് ആദ്യകാലത്തെ അനുഭവങ്ങളാണ് കുട്ടിയുടെ ജീവിതത്തിന് അടിത്തറ പാകുന്നത്. കുട്ടിക്ക് വിശ്വാസം എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? കുട്ടിയുടെ മാതാപിതാക്കളിൽ നിന്ന്. തൻ്റെ ആവശ്യങ്ങളൊക്കെ നല്ല രീതിയിൽ നിറവേറ്റപ്പെടുകയും കുട്ടിയിൽ നല്ല ആത്മവിശ്വാസവും ആത്മബോധവും വളർത്തിയെടുക്കാനുള്ള ഒരു കാലഘട്ടമാണ് ഈ 1.5 വയസ്സ് വരെയുള്ളത്. അപ്പോൾ നല്ല രീതിയിലുള്ള സ്നേഹവും പരിചരണവും ഒക്കെ കുട്ടിക്ക് ലഭിക്കുകയാണെങ്കിൽ നല്ല ആത്മവിശ്വാസത്തോടെ ലോകത്തെ നേരിടാൻ കുട്ടിക്ക് സാധിക്കുന്നത് ഈ കാലഘട്ടത്തിലുള്ള ആ ജീവിത അനുഭവങ്ങളിലൂടെയാണ്. അടുത്ത സ്റ്റേജാണ് ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട്, സ്വാശ്രയത, ജാള്യതയും സംശയവും. കാലഘട്ടമാണ് 18 മാസം മുതൽ 3 വയസ്സ് വരെ. The psychological task involved at this stage is to achieve a degree of autonomy while minimizing shame and doubt. The child develops independence and autonomy if exploration and freedom are encouraged. He experiences shame, self-doubt and unhappiness if overly restricted and protected. തന്നെ നിയന്ത്രിക്കാനുള്ള കഴിവ് ആദ്യമായിട്ട് പരീക്ഷിക്കപ്പെടുന്നത് കുട്ടിക്ക് മലവിസർജനമൊക്കെ സ്വയം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവ് വരത്തില്ലേ, ആ കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് ഈ ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട് അല്ലെങ്കിൽ സ്വാശ്രയത, ജാള്യതയും സംശയം എന്നുള്ളത് ഒരു അവസ്ഥ കുട്ടിക്കുണ്ടാകുന്നത്. തൻ്റെ ദൗർബല്യങ്ങൾ മറ്റുള്ളവർ അറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു നാണക്കേടൊക്കെ ഇല്ലേ, ആ ഒരു ഷെയിം ഫീലിങ്ങിനെയാണ് അദ്ദേഹം ഈ ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട് എന്ന് പറയുന്നത്. അടക്കി നിർത്താൻ കഴിയുക അല്ലെങ്കിൽ സ്വന്തമാക്കി വെക്കുക, വിട്ടുകൊടുക്കാൻ മനസ്സില്ലായ്മ എന്നീ ശീലങ്ങൾ ഒരു വശത്തും കളയൽ, കൊടുക്കൽ, ഉദാരത, ധാരാളിത്തം, ധൂർത്ത് എന്നീ ശീലങ്ങൾ മറുവശത്തുമായിട്ട് നിൽക്കുമ്പോൾ കുട്ടിക്ക് എന്ത് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരത്തില്ലേ, അതിനെയാണ് ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട് എന്ന് പറയുന്നത്. അടുത്ത സ്റ്റേജാണ് ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ്, മുൻകൈ എടുക്കൽ, കുറ്റബോധം. അതിൻ്റെ ഏജ് ഗ്യാപ്പാണ് 3 മുതൽ 6 വയസ്സ് വരെ. During preschool days, there is a widening of child's social world and he is challenged more than he was an infant. To deal with these challenges, he begins to explore his environment and initiate activities of his own. If this tendency is censored, either through criticism or control, he develops a sense of guilt. ശാരീരികവും ബുദ്ധിപരവും ഭാഷാപരവുമായ വികാസം സാധിക്കുന്നതോടെ കുട്ടിക്ക് സ്വന്തമായിട്ട് പലതും ചെയ്തു തുടങ്ങാനുള്ള ഒരു താല്പര്യം കുട്ടിയിൽ ജനിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് തന്നെത്താനെ എന്നെക്കൊണ്ട് സാധിക്കും എന്നുള്ളൊരു ചിന്ത ആദ്യമായിട്ട് കുട്ടിക്ക് വരുന്ന ഏത് കാലഘട്ടത്തിലാണ്? 3 തൊട്ട് 6 വയസ്സ് വരെ. അപ്പോൾ കുറേയൊക്കെ കുട്ടി എന്താണ് സാഹസികമായിട്ട് തന്നെ ചെയ്യാനൊക്കെ ശ്രമിക്കും. പക്ഷേ ഉറപ്പുണ്ടോ ഒരു കാര്യത്തിൽ? ഇല്ല. അപ്പോൾ കുട്ടിക്ക് ഇനീഷ്യേറ്റീവ് എടുക്കുകയും ചെയ്യണം. പക്ഷെ എന്താണ്, ഒരു കുറ്റബോധം, ശരിയാവോ അല്ലെങ്കിൽ ഇത് വർക്കൗട്ട് ആവുമോ എന്നുള്ളൊരു ചിന്ത കുട്ടിക്കില്ലേ, അതിനെയാണ് ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ് അല്ലെങ്കിൽ മുൻകൈ എടുക്കൽ, കുറ്റബോധം എന്ന് പറയുന്നത്. ഈ ഘട്ടത്തിലാണ് വ്യക്തിത്വത്തിൽ സദാചാരത്തിൻ്റെതായ ഒരു തലം ഉണ്ടായി വരുന്നതായിട്ട് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. അടുത്തതാണ് സ്റ്റേജ് 4 ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി, ഊർജ്ജസ്വലത, അപകർഷത. പ്രായമാണ് 6 തൊട്ട് 12 വയസ്സ് വരെ. ഇത് ഇമ്പോർട്ടൻറ്റ് സ്റ്റേജ് ആണ്, ഒരുപാട് എക്സാമിന് ചോദിക്കും. എലമെൻ്ററി സ്കൂൾ ഏജ് അല്ലെങ്കിൽ സ്കൂൾ കാലഘട്ടം 6 തൊട്ട് 12 വയസ്സ് വരെ.
അപ്പോൾ എറിക് എറിക്സന്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് തിയറിയിൽ എലമെന്ററി സ്കൂൾ ഏജ് ഏത് പീരീഡ് ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി അല്ലെങ്കിൽ ഊർജ്ജസ്വലത അപകർഷത, ഇത് തിരിച്ചും ചോദിക്കാറുണ്ട്. സ്റ്റേജ് 4 ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി ഏത് കാലഘട്ടമാണ്? സ്കൂൾ ഗോയിങ് ഏജ് അല്ലെങ്കിൽ എലമെന്ററി സ്കൂൾ ഏജ്. The psychological task of this stage is to develop a capacity for industry while avoiding an excessive sense of inferiority. During this stage, the child begins to develop a sense of pride in his accomplishments. He directs his energy towards mastering knowledge and intellectual skills, and he experiences the thrill of succeeding in task. മുതിർന്നവരുടെ ലോകത്ത് നിന്നും കുട്ടികൾ സമപ്രായക്കാരുടെ ലോകത്തെത്തുന്നു എന്നാണ് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത. കാരണം കുട്ടി ഇത്രയും കാലം വരെ എവിടെയാണ്? അച്ഛൻ്റെയും അമ്മയുടെയും മുതിർന്നവരുടെയൊക്കെ ലോകത്താണ് കുട്ടി ജീവിക്കുന്നത്. അതായത് വീട്ടിലല്ലേ കുട്ടി കഴിയുന്നത്. അതിനുശേഷം സ്കൂളിൽ ചേർത്ത് കഴിയുമ്പോൾ കുട്ടി എവിടെയാണ് എത്തുന്നത്? തങ്ങളുടെ സമപ്രായക്കാരുടെ ഒത്ത് ഇടപഴകുന്ന കാലഘട്ടത്തിലേക്കാണ് സ്കൂൾ കാലഘട്ടത്തിൽ കുട്ടി എത്തിച്ചേരുന്നത്. During this stage, the child begins to develop a sense of pride in his accomplishments. താൻ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഒരു അഭിമാന ബോധം കണ്ടെത്താൻ അല്ലെങ്കിൽ അവനൊരു അഭിമാന ബോധം തോന്നി തുടങ്ങുന്നത് ഈ ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി പീരീഡിലാണ്. But if he is prevented from completing tasks or has his success ridiculed by others, the child learns inferiority. കുട്ടികളെ അവരുടെ പ്രവൃത്തിയിൽ നിന്ന് നമ്മൾ പിന്തിരിപ്പിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് എന്താണ്? വളരെ നിരാശ അനുഭവപ്പെടുകയും അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ വിജയത്തെ മറ്റുള്ളവർ കളിയാക്കുകയോ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കരമായിട്ടൊരു ഇൻഫീരിയോറിറ്റി ഫീലിംഗ് ആണ് ഉണ്ടാവുന്നത്. അതായത് ഒന്നുകിൽ അവർ ഉണർവും ആത്മവിശ്വാസവും പ്രതീക്ഷകളോടും കൂടി ഓരോ കാര്യങ്ങൾ ചെയ്യും. പക്ഷേ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയോ അല്ലെങ്കിൽ കളിയാക്കുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്യുവാണെങ്കിൽ കുട്ടികൾക്ക് അപകർഷത മനോഭാവമാണ് ഉണ്ടാകുന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ് എലമെന്ററി സ്കൂൾ സ്റ്റേജിൽ എന്താണ്? ഇൻഡസ്ട്രി ആൻഡ് ഇൻഫീരിയോറിറ്റി, അതായത് ഒന്നുകിൽ ഊർജ്ജസ്വലത അല്ലെങ്കിൽ അപകർഷതാ ബോധം. അടുത്തതാണ് സ്റ്റേജ് 5 ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. സ്വാവബോധം, റോൾ സംശയങ്ങൾ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അഡോളസെന്റ് ഏജ് അല്ലെങ്കിൽ കൗമാര കാലഘട്ടം 12 തൊട്ട് 18 വയസ്സ് വരെ. At this stage, the individual becomes more independent and begins to look for a role that he feels right for him by identifying his own unique qualities and establishes a clear self-identity. അഡോളസെന്റ് ഏജിൽ ഒരുപാട് ഫിസിയോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ചേഞ്ചസ് വരും. അതായത് ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ ഒരു കുട്ടിയിലുണ്ടാവും. ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന പ്രശ്നമാണ് ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. അതായത് സ്വന്തം ഐഡന്റിറ്റി തിരിച്ചറിയാൻ വേണ്ടിയുള്ളൊരു ബുദ്ധിമുട്ട്. താൻ കുട്ടിയാണോ അതോ മുതിർന്ന ആളാണോ എന്ന് പലപ്പോഴും ഒരു വ്യക്തിക്ക് തിരിച്ചറിയാൻ പറ്റാറില്ല. റിയൽ ഐഡന്റിറ്റി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ട്. സ്വന്തം ജീവിതത്തിന് ഒരർത്ഥം സൃഷ്ടിക്കാനും തൻ്റെ റോൾ എന്താണെന്ന് വേണ്ടതെന്ന് തിരിച്ചറിയാനും സാധിക്കലാണ് ഈ പ്രായത്തിൽ വേണ്ടത്. ഇതിന് കഴിയാതെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ജീവിതം അർത്ഥശൂന്യമായിട്ട് അനുഭവപ്പെടുകയും തന്നെക്കുറിച്ച് ലോകത്തെക്കുറിച്ചുമുള്ള സംശയങ്ങൾ നമ്മുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അയാളുടെ വ്യക്തിത്വത്തെ ഭരിക്കാൻ തുടങ്ങും. കൂടുതൽ റൂൾ ചെയ്യുന്ന എന്താണ്? കുട്ടിക്കുള്ള ഒരു റോൾ കൺഫ്യൂഷനാണ് അവിടെ ഭരിക്കുന്നത്. ഇതിനെയാണ് ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ അല്ലെങ്കിൽ സ്വാവബോധം, റോൾ സംശയങ്ങൾ. ഏത് കാലഘട്ടത്തിലാണ്? അഡോളസെന്റ് ഏജ്, കൗമാര കാലഘട്ടത്തിൽ 12 തൊട്ട് 18 വയസ്സ് വരെയുള്ള പീരീഡിലാണ്. ഇത് എറിക്സന്റെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ ഡ്യൂറിങ് അഡോളസെന്റ് ഏജ്. അടുത്തതാണ് സ്റ്റേജ് 6 ഇന്റിമസി വേഴ്സസ് ഐസൊലേഷൻ. ആഴത്തിലുള്ള അടുപ്പം, ഒറ്റപ്പെടൽ. ഏജ് ഗ്യാപ്പ് 18 തൊട്ട് 35 വയസ്സ് വരെ, അതായത് യൗവന കാലഘട്ടം, ഏർലി അഡൾട്ട്ഹുഡ്. The psychological task of early adulthood is to form positive close relationship with others. That means through marriage or through friendship. Successful completion can lead to comfortable relationships and a sense of commitment, safety and care within a relationship. Avoiding intimacy, fearing commitment and relationship can lead to isolation, loneliness and sometimes depression. ഈ കാലഘട്ടത്തിൽ ഒരു വ്യക്തി ആഴത്തിലുള്ള അടുപ്പങ്ങളിൽ ഏർപ്പെടാനാണ് കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. അതായത് വിവാഹ ജീവിതത്തിലും ഉറ്റ സുഹൃത്തുക്കളെ കണ്ടെത്തുന്നതിലും അവരുമായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കുന്നതിലുമാണ് അവർക്ക് താല്പര്യം. അതായത് സ്നേഹത്തിന്റെ സ്വകാര്യതയിലും ലൈംഗികമായ കൂടിച്ചേരലിലും ഉറ്റ സുഹൃത്തുക്കളിൽ നിന്ന് ഹൃദ്യമായ അനുഭവങ്ങൾ പങ്കിടുന്നതിലുമാണ് ആളുകൾക്ക് കൂടുതൽ താല്പര്യം.
പക്ഷേ ചില ആളുകൾ ഇതിൽ നിന്നെല്ലാം വേറിട്ട് തനിയെ ജീവിക്കാനും ഏകാന്തമായ ഒരു പാത തിരഞ്ഞെടുക്കാനും ശ്രമിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഈ സ്റ്റേജിനെ ഇന്റിമസി വേഴ്സസ് ഐസൊലേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. അതായത് ഒന്നെങ്കിൽ ആഴത്തിലുള്ള അടുപ്പം സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ ജീവിത പങ്കാളിയോടോ, അല്ലെങ്കിൽ ഇവരിൽ നിന്നെല്ലാം മാറി ഒറ്റപ്പെട്ട അവസ്ഥ. ഈ രണ്ട് സ്റ്റേജാണ് സ്റ്റേജ് 6 18 തൊട്ട് 35 വയസ്സ് വരെ, അതായത് യൗവന കാലഘട്ടം, ഇന്റിമസി വേഴ്സസ് ഐസൊലേഷൻ സ്റ്റേജ്. അടുത്ത സ്റ്റേജ് ആണ് സ്റ്റേജ് 7 ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ, സൃഷ്ടി മുരടിപ്പ്. മിഡിൽ ഏജ് ആണ്, അതായത് മധ്യവയസ്സ് 35 തൊട്ട് 60 വയസ്സ് വരെ. The developmental task of middle age is to cultivate the proper balance of generativity and stagnation. Generativity means concern of establishing and guiding the next generation, and stagnation refers to self-interest and self-absorption. അതുവരെ സ്വന്തം കാര്യം മാത്രം ശ്രദ്ധിച്ചിരുന്ന ഒരു വ്യക്തി കുടുംബജീവിതത്തിലേക്ക് കടക്കുമ്പോൾ പുതിയ തലമുറയെ സൃഷ്ടിക്കാനും അവരെ വളർത്തിക്കൊണ്ടുവരുവാനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. തൻ്റെ അറിവ് പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനും തൻ്റെ കഠിനാധ്വാനവും പരിശ്രമവും എല്ലാം പുതിയ തലമുറയ്ക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ആക്കിയെടുക്കാനുമാണ് ഒരു വ്യക്തി കൂടുതൽ ശ്രമിക്കുന്നത്. അതിനെയാണ് ജനറേറ്റിവിറ്റി അല്ലെങ്കിൽ സൃഷ്ടി എന്ന് പറയുന്നത്. That means individual makes contribution either through raising family and nurturing the next generation or through productive and creative work. ഒരു വ്യക്തി ക്രിയാത്മകമായിട്ട് ലോകത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഈ ജനറേറ്റിവിറ്റി പീരീഡ്. പക്ഷേ ചിലർക്ക് ഇതൊരു സ്റ്റാഗ്നേഷൻ പീരീഡാണ്, അല്ലെങ്കിൽ ഒരു മുരടിപ്പിൻ്റെ കാലഘട്ടമാണ്. അതായത് പുതിയതായിട്ടൊന്നും തനിക്ക് ചെയ്യാനില്ല, അല്ലെങ്കിൽ ചെയ്ത കാര്യങ്ങളിൽ മുഷിപ്പ് തോന്നുന്നതും ഈ കാലഘട്ടത്തിൽ തന്നെയാണ്, അതായത് 35 തൊട്ട് 60 വയസ്സ് വരെ. That means failing to achieve their objectives, one becomes stagnant and feels unproductive. തങ്ങളുടെ ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരാൻ പറ്റാത്തവർക്ക് എന്താണ് വളരെ മുരടിപ്പിക്ക് തോന്നുകയും അവരൊട്ടും പ്രൊഡക്റ്റീവ് അല്ല, തങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നലിൽ നിന്നാണ് ഒരു സ്റ്റാഗ്നേഷൻ അവസ്ഥ അല്ലെങ്കിൽ ഒരു മുരടിപ്പ് അവസ്ഥ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തെ മിഡിൽ ഏജിനെ ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ പീരീഡ് എന്ന് പറയുന്നത്, സൃഷ്ടി അല്ലെങ്കിൽ മുരടിപ്പ്. ലാസ്റ്റ് സ്റ്റേജ് ആണ് സ്റ്റേജ് 8 ഈഗോ ഇൻ്റഗ്രേറ്റീവ് വേഴ്സസ് ഡെസ്പയർ, മനസന്തുലനം, തകർച്ച. ലേറ്റർ ലൈഫ് അല്ലെങ്കിൽ വാർദ്ധക്യം, ഏജ് 60 വയസ്സിന് ശേഷം. The psychological crisis of this stage is to develop ego integrity, that means a sense of fulfillment with a minimal amount of despair. Towards the end of life, the individual review his accomplishments and failures. വാർദ്ധക്യ കാലഘട്ടത്തിലെത്തുമ്പോൾ എന്താ ആളുകൾ കൂടുതൽ ചിന്തിക്കുന്നത്? കഴിഞ്ഞ കാലഘട്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും തങ്ങൾ നഷ്ടപ്പെടുത്തിയ കാര്യങ്ങളെക്കുറിച്ചും തങ്ങൾ നേടിയ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുന്ന ആ ഒരു കാലഘട്ടമാണ് വാർദ്ധക്യം എന്ന് പറയുന്നത്. അതായത് ഈഗോ ഇൻ്റഗ്രേറ്റീവ് വേഴ്സസ് ഡെസ്പയർ, മനസന്തുലനവും തകർച്ചയും. ഈ രണ്ട് കാര്യങ്ങളും ഒരേപോലെ നടക്കും. നമ്മുടെ നേട്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസന്തുലനവും നമ്മുടെ നഷ്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴുള്ള നിരാശയും അല്ലെങ്കിൽ മാനസിക തകർച്ചയുമാണ് ഈ വാർദ്ധക്യ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നത്. കുറച്ചും കൂടെ നല്ല രീതിയിൽ ചെയ്യാമായിരുന്നു എന്നുള്ള ചിന്തയും, അല്ലെങ്കിൽ കുറച്ചും കൂടെ നല്ല രീതിയിലാണ് കാര്യങ്ങൾ നമ്മൾ ചെയ്തിരുന്നെങ്കിൽ ഇതിലും മെച്ചപ്പെട്ട ഒരു ജീവിതം ഞങ്ങൾക്ക് ലഭിക്കുമായിരുന്നു എന്നുള്ള ചിന്തയൊക്കെ ഉണ്ടാകുന്ന കാലഘട്ടമാണ് ഈ വാർദ്ധക്യം. അപ്പോൾ എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്? ഈഗോ ഇൻ്റഗ്രേറ്റീവ് വേഴ്സസ് ഡെസ്പയർ, മനസന്തുലനവും തകർച്ചയും. അപ്പോൾ ഈ 8 സ്റ്റേജസ് ആണ് എറിക് എറിക്സന്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് തിയറി അല്ലെങ്കിൽ മനോസാമൂഹിക വികസന സിദ്ധാന്തത്തിലുള്ളത്. ഇനി നമുക്ക് ഇത് ഏതൊക്കെയാണെന്ന് ഒന്നും കൂടെ നോക്കാം. 8 സ്റ്റേജസിൽ ഫസ്റ്റ് സ്റ്റേജ് ബേസിക് ട്രസ്റ്റ് വേഴ്സസ് ബേസിക് മിസ്ട്രസ്റ്റ്, പ്രാഥമിക വിശ്വാസം അവിശ്വാസം, ജനനം തൊട്ട് 1.5 വയസ്സ് വരെ. സ്റ്റേജ് 2 ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട്, സ്വാശ്രയത, ജാള്യതയും സംശയവും, 1.5 തൊട്ട് 3 വയസ്സ് വരെ. സ്റ്റേജ് 3 ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ്, മുൻകൈയെടുക്കൽ കുറ്റബോധം, 3 തൊട്ട് 6 വയസ്സ് വരെ. സ്റ്റേജ് 4 ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി, ഊർജ്ജസ്വലത, അപകർഷത, 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെ, അതായത് സ്കൂൾ കാലഘട്ടം. അടുത്തത് സ്റ്റേജ് 5 ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ, സ്വാവബോധം, റോൾ സംശയങ്ങൾ, കൗമാര കാലഘട്ടം അല്ലെങ്കിൽ അഡോളസൻ ഏജ്, 12 തൊട്ട് 18 വയസ്സ് വരെ. സ്റ്റേജ് 6 ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ, ആഴത്തിലുള്ള അടുപ്പം, ഒറ്റപ്പെടൽ, യൗവന കാലഘട്ടം 18 തൊട്ട് 35 വയസ്സ് വരെ, അതായത് ഏർലി അഡൾട്ട്ഹുഡ്. സ്റ്റേജ് 7 ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ, സൃഷ്ടി മുരടിപ്പ്. മിഡിൽ ഏജ് ആണ്, മധ്യവയസ്സ് 35 തൊട്ട് 60 വയസ്സ് വരെ. സ്റ്റേജ് 8 അതായത് ലാസ്റ്റ് സ്റ്റേജ് ഈഗോ ഇൻ്റഗ്രേറ്റീവ് വേഴ്സസ് ഡെസ്പയർ, മനസന്തുലനം, തകർച്ച. വാർദ്ധക്യകാലമാണിത്, 60 വയസ്സിന് ശേഷം.
ഈ 8 സ്റ്റേജസ് ആണ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് തിയറി അല്ലെങ്കിൽ എറിക് എറിക്സന്റെ മനോസാമൂഹിക വികസന സിദ്ധാന്തം. ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്കായിട്ട് ദ ടീച്ചർ എഡ്യൂക്കേറ്റർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കിൻ്റെ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മറക്കാതെ നിങ്ങൾ വീഡിയോസ് കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക. താങ്ക്